വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമുക്ക് ബയാസ് എന്താണെന്ന് നോക്കാം. അതിൽ ഇൻഫർമേഷൻ ബയാസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ അതിൽ ഇൻഫർമേഷൻ ബയാസ് എന്താണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇൻഫർമേഷൻ ബയാസ് എന്നുകൊണ്ടുള്ളത് നമ്മൾ ബയാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷനിൽ എന്തെങ്കിലും തെറ്റ് വരിക എന്നുള്ളതാണ് ബയാസിൽ മീൻ ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ, ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസിൽ ഇന്നാഡിക്വേറ്റ് ആവുക, അത് കറക്റ്റ് അല്ലാതെ വരിക, അങ്ങനെ അത് റിസൾട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ്പോഷറിനെ ഡിസീസിനെ കുറിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് ഇന്നാഡിക്വേറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഔട്ട്കം ഇൻകറക്റ്റ് ആയിട്ടും വരുമ്പോൾ ഒക്കർ ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ ബയസ്. അപ്പൊ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൽ ഗ്യാദർ ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുമ്പോഴാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ ബയാസ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ബയാസിന്റെ കുറച്ച് സോഴ്സസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സബ്ജക്റ്റ് വേരിയേഷൻ, സബ്ജക്റ്റ് വേരി ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒബ്സർവർ വേരിയേഷൻ, ഒബ്സർവർ മാറുമ്പോൾ, ഡെഫിഷ്യൻസി ഓഫ് ടൂൾസ്, കറക്റ്റ് ടൂൾസ് നമുക്കില്ലാതെ വരുമ്പോൾ, അതുപോലെ ടെക്നിക്കൽ ഇറർ ഇൻ മെഷർമെന്റ്സിലെ ടെക്നിക്കൽ ഇററുകൾ കാരണം എന്ത് വരാം, ഇൻഫർമേഷൻ ബയാസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇൻഫർമേഷൻ ബയാസ് സിസ്റ്റമാറ്റിക് ഡിഫറൻസസുകൾ കാരണമാണ് വരുന്നത്. അതായത് ഇപ്പൊ ഇൻഡിവിജ്വൽസ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ അസൈൻ ചെയ്യുമ്പോൾ റോങ് കാറ്റഗറിയിലായിരിക്കും അസൈൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആയിരിക്കും എക്സ്പോഷർ ഔട്ട്കമും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്. എന്താണ്, അസൈൻ ചെയ്യുന്നതിന്റെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും വ്യത്യാസമായിട്ട് വരും. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ബിറ്റ്വീൻ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ഡിഫറൻ്റ്ലി ആണെങ്കിൽ അതൊരു ഇററായിട്ട് ആ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോഴത്തേക്ക്, ആ അസോസിയേഷൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ അതൊരു ഇറർ കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ബയസ് എന്താണ്, സിസ്റ്റമാറ്റിക് ഡിഫറൻസസ് ആണ് ഇൻ ദ വേ ഡേറ്റ ഓൺ എക്സ്പോഷർ ഓർ ഔട്ട്കം ആർ ഒബ്റ്റെയിൻഡ് ഫ്രം വേരിയസ്. നമ്മൾ പല സ്റ്റഡി ഗ്രൂപ്പിൽ നിന്നും എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒന്നെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് മാറിപ്പോവാം, റോങ് ഔട്ട്കം കാറ്റഗറി ആയിരിക്കും കിട്ടുന്നത്. ഇൻഡിവിജ്വൽസിനെ അസൈൻ ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യത്യാസം വരുമ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം വരും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പിന്റെയും രണ്ട് രീതിയിലാണ്. ഡിഫറൻ്റ്ലി ആണെങ്കിൽ അവിടെയും ഇറർ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ആ ഒരു അസോസിയേഷൻ ആ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ അതൊരു ഇറർ ആയിട്ടായിരിക്കും കൺക്ലൂഷൻ ഒരു ഇറർ ആയിരിക്കും കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ബയാസ് വരുന്നുണ്ട്. ഒന്ന് റീകോൾ ബയാസ്, റിപ്പോർട്ടിംഗ് ബയാസ്, ബയാസ് ഇൻ അബ്സ്ട്രാക്റ്റിംഗ് റെക്കോർഡ്സ്, ബയാസ് ഇൻ ഇന്റർവ്യൂയിങ്, ബയാസ് ഫ്രം സറോഗേറ്റ് ഇന്റർവ്യൂവേഴ്സ്, അതുപോലെ തന്നെ സർവൈലൻസ് ബയാസ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയാസ് ഒക്കർ ചെയ്യുന്നത്. റീകോൾ ബയാസ് ആണ് ഒന്നാമത്തെ. അപ്പൊ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സിൽ ഒന്നാമത്തത് റീകോൾ ബയാസ്. അപ്പൊ എന്താണ് റീകോൾ? അപ്പൊ നമ്മൾ റീകോൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ കാലം ഓർക്കുക, അതായത് പണ്ടത്തെ കാര്യം റീകോൾ ചെയ്തെടുക്കുക എന്നില്ല. ആ ഒരു ഇതാണ് ഇവിടുത്തെ റീകോൾ ബയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം റീകോളിംഗ് എക്സ്പോഷർ ആണ് ഇവിടെ നോക്കുന്നതെങ്കിൽ ആ ഒരു എക്സ്പോഷർ വന്നവർക്ക് എന്തായിരിക്കും, ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ആയിരിക്കും അല്ലെ. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് റീകോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും, ആ ഒരു സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പം ആ ഒരു ഇതാണ് റീകോളിംഗിൽ വരുന്നത്. അപ്പൊ സ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് കേസ് കൺട്രോൾ സ്റ്റഡീസിലൊക്കെ ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ റിട്രോസ്പെക്റ്റീവ്ലി ആണ്, പഴയ കാലത്തെ റിട്രോസ്പെക്റ്റീവ്ലി എന്താണ്, ബാക്ക് ടു ദ ടൈം ആണ് അല്ലെ. ആ ബാക്ക് ടു ദ ടൈമിൽ നമ്മൾ പോയി എക്സ്പോഷർ അനലൈസ് ചെയ്യുമ്പോൾ, ആ ഒരു ഹിസ്റ്ററി എന്താണെന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഡിഫറൻസ്, ഇൻഫർമേഷൻ ബയാസിന്റെ ഒരു ചാൻസ് അവിടെ വരികയാണ്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കേസസിന്റെ കാര്യം എടുക്കും. കേസും കൺട്രോളും നമുക്ക് രണ്ട് ഗ്രൂപ്പാണ് വരുന്നത്. അപ്പൊ കേസസ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, അവരാണെങ്കിൽ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കാൻ പറയുമ്പോൾ അവർക്ക് അസുഖമുള്ളത് കൊണ്ട്, ഇൽനെസ് ഉണ്ട്, അവർക്കത് മാറണം, അല്ലെങ്കിൽ ആ ഒരു ഇൽനെസ് വന്ന കാരണം എന്തായിരിക്കും,
ആ ഒരു കാരണങ്ങളൊക്കെ എന്തായിരിക്കും, സ്ക്രൂട്ടനൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മോർ ക്ലോസ്ലി അവരൊന്ന് പാസ്റ്റ് ഹിസ്റ്ററിയിലോട്ട് കുറച്ച് നല്ല രീതിയിൽ നോക്കും. അതായത് അവരുടെ ഇൽനെസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് സ്ക്രൂട്ടനൈസ് ചെയ്യും, സെർച്ച് ചെയ്യും അവരുടെ ആ ഒരു പാസ്റ്റ് ഹിസ്റ്ററി. പക്ഷെ കൺട്രോൾസിന് എന്താണ്, ഒരു അസുഖവും ഇല്ലാത്തവരാണ് അല്ലെ, അവർക്ക് ആ ഡിസീസ് ബേർഡൻ ഇല്ല. അപ്പൊ അവർക്കത് ഓർത്തു നോക്കും, പക്ഷെ അത്രയും ക്ലോസ്ലി അല്ലെങ്കിൽ ഡീപ്പ് ഇൻ ടു വാട്ട് അവര് ചിന്തിക്കില്ല. നോർമൽ കൺട്രോൾ ആകുമ്പോൾ അവർ അത്രയും തിങ്ക് ചെയ്യില്ല. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ നമുക്കൊരു അത്രയും ഡിസീസും ബർഡനും ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു വഴി കണ്ടെത്തുക എന്നാണ്. എങ്ങനെ എനിക്ക് ഈ ഡിസീസ് വന്നു, എന്തായിരിക്കും എന്ന് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നോ അത്രയും ഇതിൽ കൺട്രോൾ ചിന്തിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും അതുപോലെ ബയസ്ഡ് ആയിരിക്കും. ഇപ്പൊ കൺട്രോൾസിന് ചിലപ്പോൾ ഒരു എക്സ്പോഷർ നടന്നിട്ടുണ്ടാവാം, പക്ഷെ അവരത് ഓർത്തെടുക്കാത്തത് കൊണ്ട് അത് നമ്മൾ നോ എന്ന് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കേസ് കൺട്രോൾ സ്റ്റഡിയിൽ ആ ഒരു ഡിഫറൻസസ് ഈ ഒരു ഇൻഫർമേഷൻ ബയാസ് കൊണ്ടുവരാറുണ്ട്. അത് ആ ഒരു റീകോളിംഗ് സെൻസിറ്റിവിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതിന്റെ പറയുന്നത്. അതായത് ദോസ് ഹു ഡെവലപ്പ് എ കോൾഡ്, അതായത് ഒരു കോൾഡ് ഡെവലപ്പ് ചെയ്തവര് അതെങ്ങനെ വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യും കൂടുതലായിട്ടും അത് വരാത്തവരെക്കാട്ടിലും. അതാണ് ഡിഫറൻഷ്യൽ മിസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം കേസ് ആണെങ്കിൽ യെസ് ഐ വാസ് സ്നീസ്ഡ് ഓൺ എന്ന് തൊട്ട് തുമ്മലാണ്, എപ്പോഴാണ് ഡിസീസ് വന്നത്, കോൾഡ് വന്നതെന്ന് അവർക്കറിയാം. വ്യാഴാഴ്ച തൊട്ട് എനിക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കൺട്രോളിന്റെ കേസിൽ അവർക്ക് അങ്ങനെ ഒരു തുമ്മലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അവർക്ക് അതൊന്നും ഓർക്കാൻ വരില്ല. അത് ആ ഒരു ഡിസ്കംഫർട്ട് വരാത്തത് കൊണ്ട് അത് ഓർക്കില്ല. ഇതാണ് ഒരു വ്യത്യാസം.